ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റിയാണ് കേട്ടോ. അതുമാത്രമല്ല, അവിടെ ഞാൻ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലം ഏതാണെന്നായിരിക്കും, അയ്യമ്പാറ എന്ന് പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ അയ്യമ്പാറ. തലനാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഞാൻ പോകുന്നത് ഒരു വേനൽക്കാലത്താണേ. മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പാടായിരുന്നു. അതുകൊണ്ട് അന്നൊന്നും ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇവിടെ ആളുകളെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് കുട്ടികളും ടീച്ചർമാരും പിന്നെ ഇവിടെയുള്ള കുറച്ച് ആളുകളും മാത്രം. ഇപ്പം നോക്കി എന്തോരം ആളുകളാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ സ്ഥലം എവിടെയെങ്കിലുമൊക്കെ സിനിമയിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ? രസതന്ത്ര സിനിമയിലുണ്ട്, അങ്ങനെ ഒരുപാട് സിനിമയിലുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്നും തപ്പിയല്ല ശരിക്കും അയ്യമ്പാറയിൽ വന്നത്. ഇവിടെ പാറപ്പുറത്ത് ഒരു ഇലമുളച്ച ചെടി പോലെയുള്ളൊരു സംഭവമുണ്ട്. അത് വേനൽക്കാലമാകുമ്പോൾ പൂക്കും. ഇപ്പോൾ പൂത്ത് കണ്ടല്ലോ, വല്ലാതായി. അതിൻ്റെ ഈ പൂ പറിച്ചിട്ട് കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മി അതിനെ മറിച്ചെടുത്ത് ഊതി വീർപ്പിച്ച് നെറ്റിയിട്ട് ഇട്ടോ എന്ന് പറഞ്ഞ് പൊട്ടിക്കും. പിന്നെ അതിൻ്റെ തേനൊക്കെ കുടിക്കും കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ഓർമ്മയാണ്. അതിൻ്റെ ഒരു പച്ചയും പുളിപ്പും ചേർന്നൊരു മണമൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു തൈ ഞാൻ ബാഗിലിട്ട് പതുക്കെ അപ്പുറത്തോട്ട് ഞങ്ങൾ നടന്നു. ഓടരുതെന്ന് ഞാൻ പിള്ളേരോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചെരിഞ്ഞ പാറയാണ് കേട്ടോ, അങ്ങനെ വേണം ഇറങ്ങിപ്പോവാൻ. നേരത്തെ ഇറങ്ങിപ്പോകാനൊക്കെ പാടായിരുന്നു. ഇപ്പം നോക്കി അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഇറക്കിടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഭാഗം മുഴുവൻ പുല്ലായിരുന്നു. പുല്ലെന്ന് പറഞ്ഞാൽ മേളിലേക്ക് വളർന്ന് നിൽക്കുന്ന നീളമുള്ള പുല്ല്. അത് കൈ മുറിയും അത് തൊട്ട് കഴിഞ്ഞ്, അങ്ങനത്തെ പുല്ല്. ഒരാന കയറിയപ്പോൾ അറിയില്ല കേട്ടോ. ഇപ്പം നോക്കി എന്ത് ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് അവർ. ഞങ്ങൾ എന്നിട്ട് ചക്കയും മാങ്ങയും പിന്നെ എന്നാ ചാമ്പങ്ങയും പേരക്കയൊക്കെ കൊണ്ടുവന്ന് ടീച്ചർമാരും ഞങ്ങളും എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിക്കും. പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ. ഓക്കെ, ഈ സ്ഥലമൊക്കെ ഇപ്പോൾ ഒരു വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കടയൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം കാണാൻ എന്നാ ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ മുമ്പോട്ടൊക്കെ നടന്നു കേട്ടോ. ചെന്നപ്പോഴാണ് കാണുന്നത്. ഞാനോർത്ത് കുറച്ച് ആളുകളൊക്കെ ഉള്ളതെന്ന്. നോക്കി എന്തോരം ആളുകളാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു കേട്ടോ, ഒരുപാട് ആൾക്കാർ. ഒറ്റയ്ക്കും കുടുംബമായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ വന്നവരുണ്ട്. ചിലർ പാട്ട് പാടുന്നു, ചിലർ ഡാൻസ് കളിക്കുന്നു, ചിലർ വീഡിയോ എടുക്കുന്നു, ചിലരെങ്ങനെ ഭംഗി കണ്ട് ആസ്വദിക്കുന്നു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈരാറ്റുപേട്ട. കണ്ടോ അങ്ങ് കാണുന്നത്. ഈ ചില ഭാഗങ്ങൾ ഇങ്ങനെ നിരപ്പാന്നൊക്കെ തോന്നുമെങ്കിലും അവിടെ ഈ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് വന്ന് ചാടാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ എന്നൊക്കെ ഞാൻ ഈ പൂച്ചവാലെന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെടി ഉണ്ടോ, ഇത് കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഞങ്ങളുടെ പരിപാടിയായിരുന്നു. അതിനിങ്ങനെ വലിച്ചെടുത്തിട്ട് ഞെക്കി പിടിക്കും. അപ്പോൾ ഇത് സൂര്യൻ ഇരിക്കുന്ന പോലെ ഇരിക്കും, സൂര്യൻ ഉദിച്ച് വരുന്ന പോലെ. ഞങ്ങളുടെ കുഞ്ഞിലത്തെ പരിപാടിയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ എന്തോ. പിന്നെയും കുറേ ചെടികളുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ എറിയുമ്പോഴത്തേനും നമ്മുടെ ദേഹത്ത് വന്ന് ഉടുപ്പ വന്ന് ഇങ്ങനെ കൊണ്ട് നിൽക്കും. അങ്ങനത്തെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ചെടിയുടെ ഇല, ചുമന്ന കളറാണ്, ഒരു വള്ളി പോലെ കയറി കയറി പോവും. അതൊക്കെയാണ് നിങ്ങൾ സ്ലൈറ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ ഒരു ചെടി, ഞാൻ നേരത്തെ ഒന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും നല്ല, ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. എനിക്കതിൻ്റെ ഒരു പൂ കിട്ടി കേട്ടോ. ഞാൻ വയനാട്ടാക്കിയതായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ അത് പോയി. ഇനി പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന കരുതി അങ്ങോട്ട് പോവുകയാണേ. എനിക്കാണെങ്കിൽ ആ പുല്ലിനകത്ത് അങ്ങനെ ഇരിക്കാൻ തോന്നി. കുറേ നേരം കിടന്നാലോ എന്നൊക്കെ തോന്നി. പിള്ളേരുള്ളതുകൊണ്ട് നടക്കുകയല്ലോ. വീഡിയോ എടുക്കണം, പിള്ളേരെയും നോക്കണം. മനസ്സിലൊക്കെ അതായിരുന്നു എൻ്റെ ആഗ്രഹം. നല്ല സ്ഥലം വന്നപ്പോൾ അവളെ കുഞ്ഞിനെ ഇറക്കി വിട്ടു കേട്ടോ നടക്കാൻ വേണ്ടി. എന്നാലും സൂക്ഷിച്ചില്ലെങ്കിൽ മുട്ടുപൊട്ടും ചെയ്യും. ഉണങ്ങി കിടക്കുന്ന പാറയല്ലേ. ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഈ വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സന്ദർശിക്കൂ കേട്ടോ. ഞങ്ങളിവിടുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. നോക്ക്, ഇതാണ് നമ്മൾ അയ്യമ്പാറയിലെ അമ്പലം. നല്ല മതിലൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പണ്ട് മതിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പഠിക്കുന്ന കാലത്ത്.
എൻ്റെ പുറകെ കണ്ടോ, ഒരു മല കണ്ടോ, എന്നാ ഭംഗിയാന്ന് ഈ. അതാണ് ഇല്ലിക്കമല. ഇല്ലിക്കമലയുടെ മറുവശം കേട്ടോ, അവിടേക്കാണ് നമ്മുടെ പ്ലേസ്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയേ. പോകാൻ തോന്നുന്നില്ല എനിക്ക്, അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തോന്നുന്നു. പിന്നെ ഉണ്ടെന്ന് നോക്കി ആ മലയുടെ ഒരു പ്രത്യേകത കണ്ടോ. ഞാൻ പറഞ്ഞില്ല ഇല്ലിക്കമലയുടെ മറുവശമാണെന്ന്. അത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നാണ് തോന്നുന്നത്, പഴയ നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും അത് ഒരു പെണ്ണിങ്ങനെ മുടി അഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇതിനെ പെൺമല എന്നൊക്കെയായിരുന്നു പണ്ട് വിളിക്കുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ പതിയെ അങ്ങോട്ട് വന്നു കേട്ടോ, കടയുടെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെ വന്ന് ഐസ്ക്രീമൊക്കെ തിന്നു. കഴിക്കാൻ വയ്യാത്തതാ, എന്ത് വന്നാലും വേണ്ടില്ല എന്ന് ഞാനും കരുതി. 2 ദിവസം ശബ്ദമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താളുകളാണ് അവിടെ വന്ന് ചായയും കുടിക്കുന്നതെന്ന് നോക്കിയേ. ഇതെല്ലാം കഴിപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇരുട്ടി, നന്നായിട്ട് ഇരുട്ടി. പിന്നെ ആ റോഡിലോട്ട് കയറി നിന്നപ്പോൾ ഇതാണ് നമ്മുടെ ഈയാറ്റുപട്ട, നല്ല മിന്നാമിനി നിൽക്കുന്ന പോലെ. അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണേ. ഇതാണ് എൻ്റെ പഴയ സ്കൂൾ സൈഡിൽ കാണുന്നത്. ഇത് അയ്യമ്പാറ പള്ളി. പിന്നെ പതിയെ വണ്ടിയിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി കയറുവാണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ, നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ. ഒരു ടൂറിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പോകട്ടോ കണ്ടിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.